കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എയ്പ്സ്. പ്ലാനറ്റ് ഓഫ് എയ്പ്സ് എന്നൊരു മൂവി ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും പുതിയ മൂവിയാണ്. ഈ ഒരു മൂവി കാണുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് റിലീസ് ആയിട്ടുള്ള ഒരു 3 മൂവീസ് ഉണ്ട്, റൈസ്, ഡോൺ ആൻഡ് വാർ. ഈ ഒരു 3 മൂവീസ് കാണണമെന്ന് ചോദിച്ചാൽ അത്യാവശ്യമില്ല. കാരണം ഈ ഒരു മൂവി എന്ന് പറയുന്ന ഒരു പുതിയ ഫേസ് ആണ്. ഇനി വരാൻ പോകുന്ന ഒരു ട്രിലോളജി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മൂവീസിന്റെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു മൂവിയിൽ വന്നു പോകുന്ന ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഈ മൂവിയിൽ മെൻഷൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഒരു മൂവിയിൽ കാണുന്ന ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ അതിന്റെ റീസൺസ് എന്താണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ പറയുന്നുണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കുന്നെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 3 മൂവീസ് കണ്ടിരിക്കണം. ആൻഡ് മൂവി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി മൂവിയാണ്. നൈസായിട്ട് തന്നെ ഒരു മൂവി പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മൂവി പ്രസന്റേഷൻ എന്ന് പറയുന്നത് സീക്വലോ പ്രീക്വലോ ഒന്നും അല്ല, ഒരു കണ്ടിന്യൂഷൻ സ്റ്റോറി തന്നെയാണ്. ഇപ്പോൾ ട്രിലോജിയിലാണെങ്കിൽ ലാസ്റ്റ് വന്ന വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എയ്പ്സ് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് എൻഡിങ് ആയിരുന്നു. ആ ഒരു സീസർ എന്ന ക്യാരക്ടറും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ലെഗസിയും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ കിങ്ഡമും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആ ഒരു വൈറസ് ബ്രേക്ക് ഡൗണിൽ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തതൊക്കെ വളരെ അടിപൊളിയായിട്ടാണ് ആ ഒരു മൂവിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു വാർ ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എയ്പ്സ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് എൻഡിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്റ്റോറി ലൈനിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന് പറഞ്ഞാലും ഒരുപാട് വർഷത്തെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്, 10, 200, 300 വർഷത്തെ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ടൈം പീരീഡിലുള്ള എയ്പ്സിന് ആ ഒരു സീസൺ എന്താണെന്ന് അല്ലെങ്കിൽ സീസൺ ലെഗസി എന്താണെന്നൊന്നും അറിയത്തില്ല. ആൻഡ് ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് ആ ഒരു കൺട്രോൾ ഫുൾ എയ്പ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞു. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് പുതിയ എയ്പ്സും ഒരുപാട് പുതിയ ക്ലാൻസ് ഒക്കെ ഉണ്ട്. സോ ഇപ്പോഴത്തെ ജനറേഷനുള്ള എയ്പ്സിന് സീസൺ എന്താണ് അല്ലെങ്കിൽ സീസൺ ലെഗസി എന്താണെന്നൊക്കെ ഇന്ത്യൻ മൂവി സംസാരിച്ച് പോകുന്നുണ്ട്. അത് ഇപ്പോഴത്തുള്ള ആർക്കും അറിയത്തില്ല സീസൺ എന്താണ്, കാരണം ഒരുപാട് ജനറേഷൻ ആയി, 10, 200, 300 വർഷമൊക്കെ കഴിഞ്ഞായിരുന്നു. ആൻഡ് ഈ ഒരു മൂവി സ്റ്റോറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എയ്പ്സ് ഒരുപാട് ക്ലാൻസ് ഉണ്ട് ഇപ്പോഴത്തെ ഒരു ടൈം പീരീഡിൽ. സോ അതിൽ വരുന്ന ഒരു എയ്പ്സിന്റെ ക്ലാൻ ഒരു പ്രോബ്ലം വരെയും അവരത് ഫേസ് ചെയ്യും അല്ലെങ്കിൽ അവർ അതിൽ നിന്ന് എങ്ങനെ പുറത്തു വരുന്നതൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഇതിൽ മെയിൻലി സംസാരിക്കുന്ന ഒരു 3 ക്യാരക്ടേഴ്സ് ആണ്, ഒരു ആന്റോണിസ്റ്റ്, ഒരു പ്രോട്ടോണിസ്റ്റ് ആൻഡ് ഒരു ഹ്യൂമൻ ക്യാരക്ടർ. ഈ ഒരു 3 പേരുടെ POVയിൽ അല്ലെങ്കിൽ ഈ ഒരു 3 പേരുടെ സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതിലും ഒരു ഹ്യൂമൻ ക്യാരക്ടർ ഉണ്ട്. ആ ഒരു ഹ്യൂമൻ ക്യാരക്ടർ നമുക്ക് സ്റ്റോറിയൊക്കെ പ്രഡിക്റ്റബിൾ ആണ്, അറിയാം എങ്ങനെയാണ് സ്റ്റോറി ലൈൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണ്. വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. നമ്മൾ ആദ്യത്തെ ഒരു 3 പാർട്ടിൽ കണ്ടതുപോലെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ഒന്നും അല്ല. പക്ഷേ എന്നാലും ഒരു മേക്കിങ്ങും ആ ഒരു പ്രസന്റേഷനും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പ്ലേസ്മെന്റ് ഒക്കെ കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ മൂവി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ പ്രസന്റേഷൻ ആണെങ്കിലും എൻഗേജിംഗ് എന്നൊരു ഫാക്ടർ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ആ ലാസ്റ്റ് റിലീസായ 2 മൂവീസ് ഡോണും വാറും, ഈ 2 മൂവീസിലും സ്റ്റോറി ലൈൻ ആയാലും ആ ഒരു ക്യാരക്ടേഴ്സ് ആയാലും ഭയങ്കര എൻഗേജിംഗ് ആയിരുന്നു, ഭയങ്കര കിടിലൻ പ്രസന്റേഷൻ ആയിരുന്നു. കാരണം അത് ഡയറക്ട് ചെയ്തിരിക്കുന്ന മേറ്റ് റിവ്യൂസ് ആണ്. ആൻഡ് ഈ ഒരു മൂവി ഡയറക്ട് ചെയ്യുന്ന വെസ്റ്റ്ബോൾ ആണ്. വെസ്റ്റ്ബോൾ എന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആ ഒരു മെയ്സ് റണ്ണർ ആ ഒരു സീരീസ് ഓഫ് മൂവീസ് ഒക്കെ ചെയ്തത് ഡയറക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരുടെ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ആണ് മൂവി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ആയാലും എനിക്ക് വലിയ ഇതിൽ കണക്ഷൻ കിട്ടിയില്ല. കാരണം മെയിൻ റിവ്യൂസ് ഡയറക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു 2 മൂവീസിൽ കിട്ടിയിട്ട് ഒരു ഫീലും ആ ഒരു എൻഗേജിങ്ങും അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഇമോഷൻ അറ്റാച്ച്മെന്റും ആ ഒരു സീസൺ എന്ന ഒരു ക്യാരക്ടർ മാത്രം മതി ഏത് ലെവലാണെന്ന് മനസ്സിലാവും. സോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു ക്യാരക്ടേഴ്സ് പ്രസന്റേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റോറി ടെല്ലിംഗ് ഒന്നും അല്ല ഇങ്ങോട്ട് വരുമ്പോൾ. ഈ ഒരു മൂവിയിലൂടെ വരുമ്പോൾ ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും അല്ലെങ്കിൽ ക്യാരക്ടർ പ്രസന്റേഷൻ ആയാലും വലിയ എൻഗേജിംഗ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ആയിട്ടോ വലിയ രീതിയിൽ അറ്റാച്ച് ആകാനൊന്നും പറ്റുന്നില്ല. ആൻഡ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ ഫേസ് ആണല്ലോ, ഇനി ഒരുപാട് ക്യാരക്ടേഴ്സോ ഒരുപാട് ക്ലാൻസോ അല്ലെങ്കിൽ ഒരു പുതിയ ട്രിലോളജി അല്ലെങ്കിൽ പുതിയൊരു സ്റ്റോറി ലൈൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബേസ് ആയിട്ട് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ക്ലാൻസോ അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ടൈം പീരീഡും സിറ്റുവേഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മൂവി പറഞ്ഞു എന്നുള്ളൂ. ആൻഡ് ഈ ഒരു മൂവിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പറയുന്ന ഒരു തേർഡ് ആക്ട് ആണ്, ആ ഒരു ക്ലൈമാക്സും അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് ഹാഫ് ഫിനിഷ് ഉള്ള ഒരു പോർഷൻ ആണ്. സോ ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറയുന്നത് വളരെ സ്ലോ പീസ് ആയിട്ടാണ് പോകുന്നത്. ആ ഒരു ക്യാരക്ടേഴ്സും ആ ഒരു ക്ലാൻസും അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസും അവരെന്താണ് ഫേസ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകും. ആൻഡ് ഈ ഒരു മൂടെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ആ ഒരു മൂടെ എൻഡിലോട്ടൊക്കെ വരുന്ന കുറെ സീക്വൻസ് ഉണ്ട്, ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെയാണ്, അതൊക്കെ കിട്ടിലോട്ടാണ് പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്തായാലും നമ്മുടെ ഡോണും വോറും ആ ഒരു മൂവ്സിന്റെ ലെവലൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഈ ഒരു പുതിയ ഫേസ് അല്ലെങ്കിൽ ആ പുതിയ സ്റ്റോറി ലൈനൊക്കെ നൈസായിട്ട് തന്നെ ഈ ഒരു മൂവിൽ പ്രസന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ ഫ്രാഞ്ചൈസിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഇതാണ് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം അത് എന്നും മെയിൻ റിവ്യൂസ് ഡയറക്ട് ചെയ്തിട്ടുള്ള ഡോണും വോറും ഒക്കെ തന്നെയാണ്. കാരണം ആ 2 മൂവീസും വേറെ ലെവൽ മൂവീസ് ആണ്. സോ അത് വെച്ചിട്ട് ഈ ഒരു മൂവിന് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് വേറൊരു സ്റ്റൈൽ, വേറൊരു പ്രസന്റേഷൻ, വേറൊരു ഫേസ് ആണ്. അല്ലെങ്കിൽ ആ ഒരു എൻ്റെ സ്റ്റോറി ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ടിങ്, ഒരു പെർഫെക്റ്റ് എൻഡ് ആയിരുന്നു. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ഇനി ഒരു പുതിയ ഫേസ്, പുതിയ ക്യാരക്ടേഴ്സ്, പുതിയ എയിംസ്, ഒരു പുതിയ ജനറേഷൻ. സോ എന്തായാലും ഈ മൂവി എല്ലാവരും കണ്ടുപോകുക, ഒരു നൈസ് മൂവി തന്നെയാണ്. ഇതിനു മുമ്പുള്ള ഒരു മൂവീസ് വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു മൂവിനെ കമ്പയർ ചെയ്ത് കാണരുത്. ആ ഒരു മൂവി അല്ല അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലേ അല്ല, എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. പക്ഷെ എന്നാലും ഒരു പുതിയ ഫേസ് ആണ്, പുതിയ എയിംസ് ആണ്, കാര്യങ്ങളൊക്കെ വളരെ നൈസ് ആയിട്ടാണ് ഈ മൂവി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവി ഞാൻ ഐമാക്സിലാണ് കണ്ട. വിഷ്വൽ വൈസ് കിട്ടിലായിരുന്നു. ആ ഓരോ CG വർക്കും അല്ലെങ്കിൽ ആ എയിംസ് തമ്മിലുള്ള ഫൈറ്റും അവരുടെ സീക്വൻസും എല്ലാം കിട്ടിലായിരുന്നു. ആ ഒരു ഐമാക്സിൽ കാണാനായിട്ട് ഒരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. എന്തായാലും ഈ മൂവി ട്രൈ ചെയ്ത് നോക്കുക. പ്ലാൻ ഓഫ് എയിംസിന്റെ ഫ്രാഞ്ചൈസിൽ ഇതിനു മുമ്പുള്ള ഒരു മൂവീസിന്റെ എക്സ്പെക്ടേഷൻ വെച്ച് ഒരിക്കലും പോകരുത്. അങ്ങനെ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മൂവി വർക്ക് ആവത്തില്ല. അല്ലെങ്കിൽ ആ ഒരു മൂവീസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡായിട്ട് കാണാൻ പറ്റിയ, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പുതിയൊരു ഫേസ് ഉള്ള ഒരു മൂവി തന്നെയാണ്. നിങ്ങൾക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മനസ്സിലാവും ഇപ്പോൾ സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്നൊക്കെ മനസ്സിലാവും. പക്ഷെ എന്നാലും ക്യാരക്ടേഴ്സ് എന്താണ് അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ അറിയണം. അല്ലെങ്കിൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് സീസർ എന്നൊരു ക്യാരക്ടർ പറയും. സീസർ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടർ എന്താണ് അല്ലെങ്കിൽ ആ ഒരു എയ്പ്പ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 3 മൂവീസ് കണ്ടിരിക്കണം. സോ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സീസർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ വേറെ ലെവൽ റേഞ്ചിൽ നിൽക്കുന്ന ക്യാരക്ടറാണ്. സോ എന്തായാലും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ചെയ്യും. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ്
വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.